അത്തം 10 പൊന്നോണം. ഇന്ന് അത്തം. മലനാടിൻ്റെ മണ്ണിൽ മഴക്കാലം പെയ്തു തോർന്നാൽ പിന്നെ ചിങ്ങവെയിലിൻ്റെ പൂക്കാലമായി. കർക്കടകത്തിൻ്റെ മഴത്തോറ്റം രാമായണ ശീലുകളായി പട്ടാഭിഷേകമാടിയ തൊടികളിൽ ഭൂമിയുടെ കുളിരായി പൂമുട്ടുകൾ വിരിയുകയായി. ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും 10 നാളുകൾക്കാണ് അത്തം മുതൽ തുടക്കമാകുന്നത്. പണ്ടൊക്കെ പിള്ളേരോണം എന്ന് പറഞ്ഞാൽ കർക്കടക മാസത്തിലെ തിരുവോണം മുതലായിരുന്നു പൂക്കളമിട്ടിരുന്നത്. ഇപ്പോൾ അത്തം മുതലാണ് പൂക്കളമിടുന്നത്. തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളിലും അതിൻ്റേതായ പ്രത്യേക ആചാരങ്ങളും രീതികളും അനുഷ്ഠിക്കേണ്ടതായിട്ടുണ്ട്. ഓണാഘോഷത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഈ ദിവസം ആളുകൾ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നത് പതിവാണ്. മാവേലിയെ ഭൂമിയിൽ നിന്ന് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയതായി കരുതപ്പെടുന്ന കൊച്ചിക്ക് സമീപമുള്ള തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര ഈ ദിവസമാണ് നടക്കുന്നത്. മഹാബലി ചക്രവർത്തി നാട് കാണാൻ എത്തുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന തിരുവോണ ദിനത്തിൻ്റെ മുന്നോടിയായുള്ള ഒരുക്കങ്ങളുടെ തുടക്കം എന്ന നിലയ്ക്കും ഈ ദിവസം അടയാളപ്പെടുത്തുന്നു. ആളുകൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി വീടുകളിൽ പൂക്കളം കൊണ്ട് അലങ്കരിക്കാൻ തുടങ്ങുന്നത് ഈ ദിവസം മുതൽക്കാണ്. അത്തം മുതൽ 10-ാം ദിനം വരെ ഓരോ നിറങ്ങളിൽ ഓരോ പൂക്കളാൽ അത്തപ്പൂക്കളം ഒരുക്കുന്നു. തൃക്കാക്കരയപ്പനെ എഴുന്നള്ളിയിരുത്താൻ വേണ്ടിയാണ് അത്തപ്പൂക്കളം ഒരുക്കുന്നത് എന്നും ഐതിഹ്യമുണ്ട്. അത്തം, ചിത്തിര, ചോതി എന്നീ ദിവസങ്ങളിൽ ചാണകം മെഴുകിയ നിലത്ത് തുമ്പപ്പൂവ് മാത്രമാണ് അലങ്കരിക്കുക. പിന്നീടുള്ള ദിവസങ്ങളിൽ വിവിധ തരം പൂക്കൾ ഉപയോഗിക്കുന്നു. ആദ്യത്തെ ദിവസമായ അത്തംനാളിൽ ഒരു നിര പൂ മാത്രമേ പാടുള്ളൂ. ചുവന്ന പൂവാകട്ടെ ഇടാനും പാടില്ല. ഇനി ചിത്തിരയിലേക്ക് വന്നാലോ, രാമാവതാരത്തിൽ നിന്നും വാമനാവതാരത്തിലേക്കും കൃഷ്ണാവതാരത്തിലേക്കുമുള്ള ദൂരമാണ് മലയാളിക്ക് കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്കുള്ളത്. മുത്തിയും ചോഴിയും ഓണത്താറും ഓണപ്പൊട്ടനും മാതേവരും ചിങ്ങവെയിലിൻ്റെ കൈപിടിച്ച് പടികടന്നു വരുന്ന ഐശ്വര്യ സമൃദ്ധിയുടെ ഓണക്കാലം കേവലം സ്മൃതിയായി മൺമറഞ്ഞു പോകാതിരിക്കാൻ ഇനിയുള്ള കാലം നാം ജാഗ്രതപ്പെട്ടേ മതിയാകൂ. ഓണത്തിൻ്റെ 2-ാം ദിവസമാണ് ചിത്തിര. തുമ്പപ്പൂ, തുളസിപ്പൂ, തൊട്ടാവാടിപ്പൂ, മുക്കൂറ്റിപ്പൂ, കൊങ്ങിണിപ്പൂ, വാഴക്കൂമ്പ്, ഇലകൾ, ഫലങ്ങൾ തുടങ്ങി പ്രകൃതിയിലുള്ളതെല്ലാം പൂക്കളത്തിൽ സ്ഥാനം പിടിക്കാറുള്ളവയാണ്. പൂവിടുന്നതിനുമുണ്ട് ചില ചിട്ടവട്ടങ്ങൾ. അതിന് പ്രാദേശികമായി ചില മാറ്റങ്ങൾ ഉണ്ടാകാം. ചിത്തിര ദിനത്തിൽ മറ്റു പൂക്കൾ ഉപയോഗിച്ച് 2-ാമത്തെ വട്ടമിട്ട് പൂക്കളത്തിൻ്റെ വലിപ്പം കൂട്ടുന്നു. നിലവിളക്ക് കൊളുത്തി ഗണപതിക്ക് വച്ചാണ് ചാണകം മെഴുകിയ തറയിൽ പൂക്കളമിടാൻ തുടങ്ങുന്നത്. തുമ്പപ്പൂവിട്ടാണ് പൂവിടാൻ തുടങ്ങേണ്ടത്. ആദ്യ 2 ദിവസം തുമ്പപ്പൂവും തുളസിയുമാണ് ഇടുന്നത്. വിശ്വാസമനുസരിച്ച് അത്തത്തിന് 1 കളം പൂവും ചിത്തിരയ്ക്ക് 2 കളം പൂവുമാണ് ഇടാറുള്ളത്. ചോതി, 3-ാമത്തെ ദിവസമായ ചോതിയിലേക്ക് വരുമ്പോൾ ഓണാഘോഷത്തിൻ്റെ ആരംഭത്തോടെ വീടും പരിസരവും വൃത്തിയാക്കാൻ തുടങ്ങുക എന്നത് കേരളത്തിൻ്റെ പതിവ് കാഴ്ചയാണ്. ഓണാഘോഷത്തിൻ്റെ 2-ാം ദിവസം കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ വീടുകൾ വൃത്തിയാക്കുവാനുള്ള ചുമതല ഏറ്റെടുക്കുന്നു. പൂവിളിയും പൂവടയും ഓണപ്പുടവയും ഓണപ്പൂക്കളവും തൂശനിലയിലെ സദ്യയുമെല്ലാം മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുമ്പോഴേ നാം മലയാളികളാകൂ. നന്മയുടെ പ്രതീകമായ മാതേവരെ വരവേൽക്കാൻ ഒരുങ്ങുന്ന മലയാളിക്ക് ഓണാനുഭവങ്ങളിലെ 3-ാം നാൾ ചോതി ദിനമാണ്. 3-ാം ദിവസത്തെ ഓണം ചോതി നക്ഷത്രത്തോടൊപ്പമാണ് തുടങ്ങുന്നത്. എന്നത്തെയും പോലെ ഈ ദിനത്തിലും പൂക്കളം ഒരുക്കുന്നു. ഇത്തവണ പൂക്കളം ഡിസൈനിൽ 3 നിറങ്ങൾ ഉള്ള പൂ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഈ ദിവസം പൂക്കളത്തിലേക്ക് 1-ലധികം വരിയിൽ പൂക്കൾ ചേർക്കുന്നു. ഇത് കാഴ്ചയിൽ പൂക്കളത്തെ വലുതാക്കുന്നു. ചോതിനാൾ മുതൽ മാത്രമേ ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളൂ. വീട്ടിലെ ഗൃഹനാഥൻ്റെ കയ്യിലെ പണം കുറഞ്ഞു വരുന്നതും ചിത്തിരനാൾ മുതലാണ്. പുതിയ വസ്ത്രങ്ങൾ എടുക്കാനും ആഭരണങ്ങൾ വാങ്ങാനും ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനും മറ്റും ആളുകൾ കൂടുതലായും തിരഞ്ഞെടുക്കുന്നത് ചോതി ദിനമാണ്. ഓണത്തിനായി പലഹാരങ്ങൾ തയ്യാറാക്കാൻ ആരംഭിക്കുന്നതും ചോതി ദിവസം മുതലാണ്. വിശാഖത്തിലേക്ക് വന്നാലോ, കാലത്തിൻ്റെ പൂപ്പൊലിപ്പാട്ടാണ് ഓണം.
വസന്ത ഋതുവിന് ചാമരം വീശാൻ ഓണനാളിലെ വിശാഖ നക്ഷത്രം വന്നെത്തുകയായി. ഓണാഘോഷത്തിൻ്റെ ഏറ്റവും നല്ല ദിവസങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന വിശാഖം നക്ഷത്ര ദിനത്തിലാണ് ഓണസദ്യ അഥവാ ഓണവിരുന്ന് ഒരുക്കങ്ങൾക്ക് മലയാളി തുടക്കമിടുന്നത്. ഓണസദ്യ തയ്യാറാക്കുന്ന ആചാരത്തിൻ്റെ ഭംഗി എന്തെന്നാൽ കുടുംബത്തിലെ ഓരോ അംഗവും എത്ര ചെറുതാണെങ്കിലും ഈ തയ്യാറെടുപ്പുകളിൽ അവരവരുടേതായ സംഭാവനകൾ നൽകേണ്ടതുണ്ട് എന്നതാണ്. പരമ്പരാഗത രീതി അനുസരിച്ച് നാവിൽ വെള്ളമൂറുന്ന 27 വിഭവങ്ങൾ നിറഞ്ഞ സമൃദ്ധമായ ഒന്നാണ് ഓണസദ്യയെങ്കിലും ഇപ്പോൾ കുടുംബങ്ങൾ ഇത് സാധ്യമാകുന്ന അത്ര ഗംഭീരമാക്കാൻ ശ്രമിക്കുകയും 10 മുതൽ 13 വരെ വിഭവങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ കേരളത്തിലെ ഓണാഘോഷത്തിൻ്റെയും ഓണസദ്യയുടെയും പ്രാധാന്യം മലയാളത്തിലെ ഒരു പഴഞ്ചൊല്ലായ കാണം വിറ്റും ഓണമുണ്ണണം എന്നതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നിങ്ങളുടെ സ്വത്തുക്കൾ വിൽക്കേണ്ടി വന്നാലും ഓണസദ്യ ഗംഭീരമാകാതെ പോകരുത് എന്നാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം. ഓണോത്സവം സംസ്ഥാനത്തെ വിളവെടുപ്പ് കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നതിനാൽ പണ്ടുകാലത്ത് വിശാഖം ദിനം പൊതുസ്ഥലങ്ങളിലും ചന്തകളിലും ഏറ്റവും തിരക്കേറിയ ദിവസമായിരുന്നു. അനിഴത്തിലേക്ക് വന്നാലോ 5-ാം നാളാണ് അനിഴം. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് മുന്നോടിയായുള്ള വള്ളംകളികൾ തുടങ്ങുന്നത് ഈ ദിവസമാണ്. ആറന്മുള എന്ന് കേട്ടപ്പോൾ തന്നെ ആറന്മുള വള്ളസദ്യയെക്കുറിച്ച് ഓർത്തിയിട്ടുണ്ടാകും അല്ലേ? രുചിപ്പെരുമ കൊണ്ടും ഭക്തരുടെ ബാഹുല്യം കൊണ്ടും പേരുകേട്ടതാണ് ആറന്മുള വള്ളസദ്യ. തിരുവോണത്തോണിക്ക് അകമ്പടിയായി എത്തുന്ന പള്ളിയോടക്കാർക്കായി വഴിപാടെന്ന രീതിയിലാണ് ഓരോ വർഷവും വള്ളസദ്യ നടത്തുന്നത്. മധ്യ തിരുവിതാംകൂറിൻ്റെ രുചിയുടെ ഉത്സവം കൂടിയാണിത്. വഴിപാട് സമർപ്പിച്ചാൽ പള്ളിയോടക്കരയിൽ നിന്നും അനുവാദം വാങ്ങിയാണ് സദ്യയ്ക്ക് ഒരുക്കങ്ങൾ തുടങ്ങുക. വള്ളസദ്യ വഴിപാട് നടത്തുന്ന ഭക്തൻ അന്നേ ദിവസം രാവിലെ ആറന്മുള ക്ഷേത്രത്തിലെത്തി കൊടിമരച്ചുവട്ടിൽ നിറപറ സമർപ്പിക്കുന്നതോടെ വള്ളസദ്യ ചടങ്ങുകൾ തുടങ്ങും. ഒരു പറ ദേവനും ഒരു പറ വള്ളിയോടത്തിനും എന്നതാണ് സങ്കല്പം. വള്ളപ്പാട്ടിലൂടെയായിരിക്കും സദ്യയുടെ വിഭവങ്ങൾ വിളമ്പാൻ ആവശ്യപ്പെടുക. ആദ്യം ഇലയിൽ 48 വിഭവങ്ങൾ കാണും. അതിനുശേഷമുള്ള വിഭവങ്ങളാണ് പാട്ടും പാടി ചോദിച്ചു വാങ്ങുന്നത്. 63 ഇനം കറികൾ ഉൾപ്പെടുന്ന വിഭവസമൃദ്ധമായ സദ്യയാണ് ആറന്മുള വള്ളസദ്യയിൽ ഉൾപ്പെടുന്നത്. വിളമ്പുന്നതിനും ഉണ്ണുന്നതിനും ക്രമവും ചിട്ടകളുമുണ്ട്. തൊട്ടുകൂട്ടുന്ന കറികൾ, കൂട്ടുകറികൾ, ചാറുകറികൾ എന്നിങ്ങനെ 3 ഭാഗങ്ങളായാണ് വള്ളസദ്യയുടെ കറികൾ. സാമ്പാർ ഒഴിച്ചു കഴിഞ്ഞാൽ പായസം വിളമ്പുന്ന രീതി ആറന്മുള വള്ളസദ്യയിൽ മാത്രമുള്ള പതിവാണ്. പരിപ്പ്, പുളിശ്ശേരി, കാളൻ, അവിയൽ, ഓലൻ, എരിശ്ശേരി, കൂട്ടുകറി, പച്ചടി, കിച്ചടി, മെഴുക്കുപുരട്ടികൾ, തോരനുകൾ, അച്ചാറുകൾ എന്നിങ്ങനെ 70ഓളം വിഭവങ്ങളാണ് വള്ളസദ്യയിൽ ഉണ്ടാകുക. എല്ലാ വർഷവും കർക്കടകം 15 മുതൽ കന്നി 15 വരെയാണ് ആറന്മുള വള്ളസദ്യ നടക്കുന്നത്. അടുത്തത് തൃക്കേട്ട ദിനമാണ്. തൃക്കേട്ട ദിവസത്തെ ഓണത്തിൻ്റെ 6-ാം നാളായി കണക്കാക്കുന്നു. ഓണത്തിൻ്റെ ആഘോഷങ്ങളിലേക്കും തിരക്കുകളിലേക്കും എല്ലാവരും എത്തുന്ന ദിനം കൂടിയാണ് തൃക്കേട്ട. 5 മുതൽ 6 വരെ പൂക്കൾ ഉപയോഗിച്ചാണ് ഈ ദിവസം പൂക്കളം തീർക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ വസിക്കുന്നവർ സ്വന്തം തറവാട്ടിലേക്ക് യാത്ര തിരിക്കുന്നതും ഈ നാളിലാണത്രേ. സദ്യ കഴിഞ്ഞാലും വിശ്രമമില്ല. പിന്നെ ഓണക്കളികളായി ഓണത്തല്ലായി ആകെ ബഹളമയമാകും. ഓണവുമായി ബന്ധപ്പെട്ട കളികൾ നിരവധിയാണ്. പുരുഷന്മാർക്ക് പകിടകളി, വള്ളംകളി, ഓണത്തല്ല്, ഓണപ്പട, പുലികളി, അമ്മാനമാട്ടം, അവിട്ടത്തല്ല്, ഓണത്തുള്ളൽ എന്നിങ്ങനെ അനേകം വിനോദങ്ങൾ പണ്ടുകാലത്തുണ്ടായിരുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള പ്രധാന വിനോദം ഊഞ്ഞാലാട്ടമായിരുന്നു. ഏറ്റവും പഴയ ഓണക്കളികളിൽ ഒന്നാണ് ഓണത്തല്ല്. മാങ്കുടി മരുതനാരുടെ മധുരൈ കാഞ്ചിയിൽ ഓണത്തല്ലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. തുടങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന് ജയം കിട്ടാതെ കളം വിട്ടുപോകരുത് എന്നാണ് നിയമം. കയ്യാങ്കളി, ഓണപ്പട എന്നൊക്കെ പേരുള്ള ഈ വിനോദത്തിന് ഇന്നും പ്രചാരമേറെയാണ്. അടുത്തത് തൃക്കേട്ട കഴിഞ്ഞാൽ മൂലം നക്ഷത്രം.
ഓണത്തിനൊരു മൂലം വേണം എന്ന് പറയാറുണ്ട്. മൂലം എന്ന വാക്കിന് കാരണമെന്നും അർത്ഥമുണ്ടല്ലോ. ഓണസദ്യയും പുലികളി പോലുള്ള വിനോദ പരിപാടികളും തുടങ്ങുന്നത് ഈ ദിവസത്തിലാണ്. പ്രധാന അമ്പലങ്ങളിലെല്ലാം ഈ ദിവസം മുതൽ സദ്യ നൽകി തുടങ്ങുന്നു. പൊതുവെ ഓണക്കാലം കേരളമാകെ ശബ്ദായമാനമായിരിക്കും. നഗരങ്ങളെ അപേക്ഷിച്ച് നാട്ടിൻപുറങ്ങളിലെ ആഘോഷങ്ങൾ താരതമ്യേന ശാന്തമായിരിക്കും. നഗരങ്ങളിലെ ഓണാഘോഷം ശബ്ദകോലാഹലങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് കൂടുതൽ ശ്രദ്ധയാകർഷിക്കപ്പെടുന്നു. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. മഹാബലിയുടെയും വാമനന്റെയും സങ്കല്പരൂപങ്ങളെ വീടിനു ചുറ്റും പ്രദക്ഷിണമായി കൊണ്ടുവന്ന് അത്തപ്പൂക്കളത്തിൻ്റെ നടുവിൽ വെച്ച് അതിൽ അരിമാവ് കൊണ്ട് ലായനി ഉണ്ടാക്കി അതിൽ പുരട്ടുന്നു. ഇത് കൊച്ചുകുട്ടികളാണ് ചെയ്യുന്നത്. ലേപനം ചെയ്യുക എന്നാണ് ഇതിനെ പറയുന്നത്. ഇവരെ പൂരാട ഉണ്ണികൾ എന്നാണ് വിളിക്കുന്നത്. ഈ രൂപമാകട്ടെ ഓണത്തപ്പൻ എന്ന് അറിയപ്പെടുകയും ചെയ്യുന്നു. 9-ാം നാളിലേക്ക് വരുന്നു ഓണത്തലേന്ന്. എന്താണ്? ഉത്രാട ദിനമാണ്. ഉത്രാട ദിനം. അത്തം തുടങ്ങി 9-ാം ദിവസം ഉത്രാട ദിനം. ഓണത്തിൻ്റെ അവസാന ഘട്ട ഒരുക്കത്തിനായി ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുവാൻ മലയാളികൾ നടത്തുന്ന യാത്രയ്ക്കാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത്. ഉത്രാട ദിനത്തെ ഒന്നാം ഓണം എന്നും പറയപ്പെടുന്നു. തുമ്പപ്പൂ കൊണ്ട് ഓണരാത്രിയിൽ അടയുണ്ടാക്കി അത് ഓണത്തപ്പന് നിവേദിക്കുന്ന ചടങ്ങ് മധ്യകേരളത്തിലെ ചില ഭാഗങ്ങളിൽ നിലവിലുണ്ട്. പൂവട എന്നാണ് അതിനു പേര്. തുമ്പപ്പൂ പാലിൽ ചേർത്ത് തിളപ്പിച്ച് കുട്ടികൾക്ക് നൽകിയാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുമെന്ന് ആയുർവേദം പറയുന്നു. എന്തായാലും അന്നും ഇന്നും തുമ്പപ്പൂവിന് പൂക്കളത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഇന്ന് തുമ്പപ്പൂ തന്നെ അപൂർവമിടങ്ങളിലേ കാണാനുള്ളൂ എന്ന വസ്തുത നിലനിൽക്കെ തന്നെ ഈ വസ്തുത മറന്നുകൂടാ. അത് ഐതിഹ്യമായും ഔഷധമായും പല രീതിയിലും കെട്ടുപിണഞ്ഞു കിടക്കുന്നു. ഉത്രാടത്തിനും തിരുവോണത്തിനും പൂക്കളത്തിൽ തൃക്കാക്കരയപ്പനെ പ്രതിഷ്ഠിക്കും. പലയിടത്തും തൃക്കാക്കരയപ്പൻ ഓണത്തപ്പനാണ്. മാതേർ എന്ന് പ്രാദേശികമായി അറിയപ്പെടുകയും ചെയ്യുന്നു. എറണാകുളം ജില്ലയിലെ തൃക്കാക്കര എന്ന സ്ഥലമാണ് ഓണാഘോഷങ്ങളുടെ ആസ്ഥാനമായി കണക്കാക്കുന്നത്. ഇവിടെ വച്ചാണത്രേ വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയത് എന്നാണ് ഐതിഹ്യം. മഹാവിഷ്ണുവിൻ്റെ പ്രതീകമായും മഹാബലിയുടെ പ്രതീകമായും തൃക്കാക്കരയപ്പനെ കാണുന്നവരുണ്ട്. എങ്കിലും തെക്കൻ കേരളത്തിലാണ് തൃക്കാക്കരയപ്പൻ കൂടുതലായി കണ്ടുവരുന്നത്. വളരെ വ്യത്യസ്തമാണ് ഓണത്തപ്പൻ്റെ രൂപവും നിർമ്മിതിയും. മണ്ണുകൊണ്ടും മരം കൊണ്ടും നിർമ്മിക്കുന്ന തൃക്കാക്കരയപ്പനെ കാവിമുക്കി ചുവപ്പിച്ച് ഉത്രാടനാളിൽ അരിമാവ് അണിയിച്ചു വയ്ക്കും. തൃക്കാക്കരയപ്പനോടൊപ്പം ഓണപ്പൂക്കളത്തിൽ പ്രതിഷ്ഠിക്കുന്ന മറ്റൊരു പ്രതിമയാണ് മാതേർ അല്ലെങ്കിൽ മാതേവർ. മണ്ണുകൊണ്ടുണ്ടാക്കിയ പരന്ന തിട്ടമേൽ ശിവസങ്കല്പത്തിൽ വയ്ക്കുന്ന മണ്ണുരുളയെയാണ് മാതേവർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ തൃക്കാക്കരയപ്പനും കൂടി വന്നു കഴിഞ്ഞാൽ ഓണപ്പൂക്കളം ഏകദേശം പൂർണ്ണമായി എന്ന് പറയാം. സാധാരണയായി ഉത്രാടം ദിനത്തിൽ പൂക്കളത്തിന് സമീപം നാക്കിലയിൽ 5 ഓണത്തപ്പൻ്റെ രൂപങ്ങൾ വയ്ക്കുകയാണ് പതിവ്. അതിൻ്റെ നടുവിൽ വലിയ തൃക്കാക്കരയപ്പനും ഇരുവശങ്ങളിലും താരതമ്യേന ചെറുതുമായ രൂപങ്ങളുമായിരിക്കും വയ്ക്കുക. ഉത്രാടം നാൾ എത്തുന്നതിന് മുൻപേ തന്നെ ഓണത്തപ്പനെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. ഓണാഘോഷങ്ങൾക്ക് തൃക്കാക്കര ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കാത്ത ആളുകൾ വീടുകളിൽ തൃക്കാക്കരയപ്പൻ്റെ രൂപം ഇങ്ങനെ പ്രതിഷ്ഠിക്കണമെന്നും ആഘോഷങ്ങൾ നടത്തണമെന്നും അക്കാലത്ത് കൽപ്പനയുണ്ടായിരുന്നു അത്രേ. അത്തം തുടങ്ങി 9 നാളുകൾ പൂർണ്ണമാവുകയാണ്. നാളെ തിരുവോണമാണ്. അത്തം മുതൽ ഉത്രാടം വരെയുള്ള ദിവസങ്ങളിൽ അനുഷ്ഠിക്കേണ്ടതായ ആചാരങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പൈതൃകത്തിൻ്റെ നൈർമല്യമുണർത്തുന്ന ഭാവുകങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്തത്. കർക്കിടകത്തിൻ്റെ പെയ്തൊഴിയലിന് ശേഷം ഓണത്തിൻ്റെ നല്ല നാളുകൾ ഉദിക്കുന്നതിൻ്റെ പ്രതീകം കൂടിയാണ് തിരുവോണം. നല്ലൊരു തിരുവോണ നാളുകളാകട്ടെ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത ദിവസം ഓണത്തെക്കുറിച്ചുള്ള വിശേഷം പറയാം.